ഹായ് ഫ്രണ്ട്സ്, മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 13 വിശേഷങ്ങളിലേക്കാണ് ഇന്ന് കിടക്കുന്നത് കേട്ടോ. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ്. നമ്മുടെ ലാലേട്ടൻ വരുന്ന ദിവസം. ഇന്ന് എന്തൊക്കെയായിരിക്കും സംഭവങ്ങൾ നടക്കാൻ പോകുന്നത്? എല്ലാവരും ചോദ്യം ചെയ്യുമോ? നമ്മുടെ ഗിസലിനും അനുവിനെ വിളിച്ചിട്ട് എന്തായിരിക്കും സോൾവ് ചെയ്യാൻ പോകുന്നത്? ആർക്കായിരിക്കും കൂടുതൽ അടി കിട്ടാൻ പോകുന്നത്? ഗിസലിനായിരിക്കുമോ അല്ലെങ്കിൽ അനുവിനായിരിക്കുമോ? പിന്നെ നമ്മുടെ അപ്പാനി ശരത്തും നമ്മുടെ അനീഷും ഷാനവാസും ആർക്കൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്? ആരെങ്കിലും ഔട്ടാവുമോ എന്ന് എല്ലാ വിശേഷങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ സമയം അധികം കളയണ്ട, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ഫസ്റ്റ് തന്നെ ലാലേട്ടൻ വരികയാണ് കേട്ടോ. ലാലേട്ടൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഓടിച്ച് എല്ലാം നോക്കുകയാണ്. ഇങ്ങനെ കാണിക്കാം എന്തൊക്കെ പ്രധാന സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. പിന്നെ അതിനുശേഷം ഇന്നലെ മുതൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് കാണാമെന്ന് അറിയാം. അപ്പോൾ രാവിലെ തന്നെ ജയിലിലുള്ള ആൾക്കാരല്ലോ നമ്മുടെ നവീനും രേണുസുതിയും പിന്നെ സരിക ജയിലിൽ പുറത്ത് കിടക്കണത്, എന്നാലും ജയിൽ ഇത് കിട്ടിയ ആൾക്കാരല്ലോ, പണിഷ്മെൻറ്റ് കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ വേണം അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും ഒക്കെ. അപ്പം ഷാനവാസ് അവിടെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ അനീഷ് ചെന്ന് തുറന്നു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് കേൾക്കുന്നില്ല, നല്ല ഉറക്കമാണ് ആൾ. അപ്പോൾ എടാ മരക്കഴുതേ, തൻ്റെ ഡ്യൂട്ടിയാണത് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ അനീഷ് വിളിക്കണം. അപ്പം ഇയാൾ ഉറക്കത്തിനിടയ്ക്ക് അതിന് ഭയങ്കര ദേഷ്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പില്ലോറിയും തിരിച്ച് അനീഷ് പില്ലോറിയും അങ്ങനെ പില്ലോറിഞ്ഞൊക്കെ കുറച്ച് നേരം കളിച്ചു. അതിൻ്റെ ഷാനവാസ് നീ മര്യാദയ്ക്ക് സംസാരിക്കണം, മാന്യതയോടെ സംസാരിക്കണം, രാവിലെ എന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് ഇങ്ങനെ മരക്കഴുതെന്നൊക്കെ വിളിക്കുകയാണ്, നീ പോയി നിൻ്റെ തന്തേനെ വിളിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷാനവാസ് കിടന്ന് ചൂടാവുകയാണ്. അപ്പോൾ അനീഷ് എടാ സംസ്കാരം വേണോടാ, അതൊന്നും നമുക്ക് ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല, അതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും എടാ അപ്പോൾ നമുക്ക് വിളിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമായി. പിന്നെ കുറേ കഴിഞ്ഞെല്ലാം കൂളാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസി എന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ അഭിലാഷ് ഗസലിൻ്റെ അടുത്ത് വന്നിട്ട് അനുവിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള അവസരമൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം, നിനക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ, നിനക്ക് കൂടാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗസൽ പറഞ്ഞു ഓക്കെ, അവളുടെ മിസ്റ്റേക്ക് ഓക്കെ പറയുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ എന്തായാലും സമ്മതിച്ചിട്ടുണ്ട്, അവൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും. പിന്നെ അതിനുശേഷം അഭിലാഷ് എന്നിട്ട് അനുവിൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ അനു പറയും വേണ്ട എനിക്കൊരു കണക്കിനും ഒത്തുചേർന്ന് പോകാൻ പറ്റത്തില്ല, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയാം. പിന്നെ കാണിക്കുന്നത് മേക്കപ്പ് റൂമാണ് കേട്ടോ. മേക്കപ്പ് റൂമിൽ എല്ലാവരും ഭയങ്കര മേക്കപ്പൊക്കെ ഇട്ട് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരന്മാരും സുന്ദരികളായിട്ടുണ്ട്. കുറേ നാളായി, കഴിഞ്ഞ ആഴ്ചയല്ലേ ലാസ്റ്റ് വരെ മേക്കപ്പൊക്കെ ഇട്ട് നല്ലൊരു ക്വാളിറ്റി കണ്ടത്. ഇപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിലാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ എല്ലാവരും വരെ ക്ലാപ്പൊക്കെ ചെയ്ത് എണീറ്റൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആർക്കാന്ന് നിൽക്കും. അപ്പോൾ അക്ബർ കൈ വെക്കുമ്പോൾ അക്ബറുള്ള കൈ വെക്കണം, എന്താ സന്തോഷം എന്ന് വെച്ചാൽ അല്ല ലാലേട്ടനെ കാണാൻ പറ്റിയല്ലോ, ലാലേട്ടനോട് സംസാരിക്കാൻ പറ്റിയല്ലോ, ആ സന്തോഷമാണ്. അത് ശരി. അപ്പോൾ അല്ലാണ്ട് ഹൗസിനുള്ളിലുള്ള സന്തോഷമല്ല, അല്ല ആ സന്തോഷമുണ്ട് എന്നൊക്കെ അക്ബർ പറയാൻ കേട്ടോ. പിന്നെ ലാലേട്ടൻ പറയാം എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരും പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, എല്ലാവരും ഭയങ്കര ക്ലാപ്പൊക്കെ അടിച്ചു, എല്ലാ ടാസ്കുകളും വളരെ നന്നായിട്ട് കളിച്ചു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സപ്പോർട്ട് ചെയ്ത് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് ആ സപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ആരൊക്കെയാണ് മിഡ് വീക്ക് സസ്പെൻഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ അതിൽ 6 പേരുണ്ടായിരുന്നു, അതിലിപ്പോൾ 4 പേരേ ഉള്ളൂ, ബാക്കി 2 പേരെ നമ്മൾ ഡാർക്ക് റൂമിലേക്ക് വിട്ടല്ലോ. അത് കഴിഞ്ഞിട്ടും ലാലേട്ടൻ അനീഷ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. അപ്പം അനീഷ് ലാലേട്ടൻ നല്ല ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെ ടൈപ്പ് ഒരു വീക്കായിരുന്നു. പിന്നെ മിഡ് വീക്ക് സസ്പെൻഷൻ വന്നപ്പം അതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വെച്ച് പിന്നെ ടാസ്ക് അത് നമ്മളല്ല കളിക്കേണ്ട, വേറെ ആൾക്കാരെ കൊണ്ടിട്ട് അവർ വേണം ടാസ്ക് കളിക്കാൻ. അപ്പോൾ അവർ നല്ലോണം ഹാൻഡിൽ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ അവരെ ഏൽപ്പിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു. അനീഷ് ലാലേട്ടൻ പറയാം എന്നാലും എന്തോ ഒരു ക്ഷീണം മുഖത്ത് കാണുന്നുണ്ടല്ലോ, ഒന്നുമില്ല എന്നൊക്കെ പറയാം. എന്നിട്ട് സരികടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ ഒത്തിരി സന്തോഷം, നന്നായിരുന്നു, ഞാൻ തിരഞ്ഞെടുത്ത ആൾക്കാർ നന്നായിട്ട് ടാസ്ക് കളിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ രേണു പറഞ്ഞു ലാലേട്ട മിഡ് വീക്ക് എവിഷനിൽ എല്ലാവരും നല്ലോണം സഹായിച്ചു, എനിക്ക് കിട്ടിയ നല്ല ആൾക്കാരായിരുന്നു, അവർ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ട് രന അടിപൊളിയായിരുന്നു, നല്ല ഹെൽപ്പേഴ്സിനെ കിട്ടി, അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ ഹെൽപ്പ് ചെയ്ത ആളത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടല്ലോ, അനീഷേ അല്ലേ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ
ശരത്ത് അനുമോൾ അവരെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കും. അപ്പോൾ അനീഷ് എന്നെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്ന അനീഷായിരുന്നു, അനീഷും അനുമോളായിരുന്നു. അപ്പം അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ അവർ എന്നെ ഹെൽപ്പ് ചെയ്യും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അവരൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെ ടാസ്കിൻ്റെ സമയത്തും അതിന് മുമ്പും ഒക്കെ ഞാൻ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ എല്ലാം സപ്പോർട്ട് ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത്രയും അവരങ്ങോട്ട് ടാസ്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ശരത്തിനങ്ങോട്ട് പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയാം, ആണോ ശരത്, എന്താണ് ശരത്തിന് പറയാനുള്ളത്? ഇത്ര സൗണ്ടിലാണ് സംസാരിക്കുന്നത്, അയാളുടെ ചെവിയുടെ അടുത്ത് പോയിട്ട് അയാളുടെ ചെവിക്കല്ല് പൊട്ടുമല്ലോ, ആ രീതിയിലാണല്ലോ കിടന്ന് നല്ലത് സംസാരിക്കുന്നത്. കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ കുറച്ചൊന്ന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ശരത്തര അനീഷിനെ ഗെയിം കളിക്കാൻ വിളിച്ചപ്പം ഞാനും ആ നിമിഷം മുതൽ ഭയങ്കര ആത്മാർത്ഥമായിട്ട് എങ്ങനെയെങ്കിലും അനീഷിനെ സേവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അത് തന്നെ അതിലുപരി എനിക്ക് കിട്ടിയൊരു ചാൻസാണ്, അത് മാക്സിമം യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കളിച്ചത്. ലാലേട്ടൻ പറഞ്ഞു അതിന് ഗെയിം സ്പിരിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയും. ശരത്ത് ആ താക്കോല് 3 തവണ താഴെ വീണു, എന്നിട്ടും അതൊന്നും എടുത്തിട്ടൊന്നും ശരിയാവുന്നൊന്നുമില്ല. എനിക്ക് തന്നെ ടെൻഷനായിപ്പോയി. എന്ത് വന്നാലും അനീഷിനെ എതിരെ സംസാരിക്കുള്ളൂ എന്നറിയാം, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ മാക്സിമം എനർജി എടുത്തിട്ട് മാക്സിമം എഫേർട്ട് എടുത്തിട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അനു എന്താണ് നീ പാഡും ഗ്ലൗസും ഒന്നും യൂസ് ചെയ്യാതിരുന്നത്? അനു പറഞ്ഞു അത് കീ കിട്ടാൻ കുറച്ച് ലേറ്റായി, നമ്മൾ മനഃപൂർവ്വം കീ എടുക്കാത്തതല്ല. ലാലേട്ടൻ അല്ല ഗ്ലൗസും നീ പാഡും എന്താ യൂസ് ചെയ്യാൻ? അനു പറഞ്ഞു എനിക്ക് പെട്ടെന്ന് കയറണം നിർബന്ധമായിരുന്നു, അതുകൊണ്ട് പിന്നെ അതൊന്നും ഇടാൻ വേണ്ടി ഇന്നലെ വേഗം അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു എന്ന് പറയാം. അപ്പോൾ ലാലേട്ടൻ ശരത്തിനും അനുമോൾക്കും തമ്മിൽ എന്താണ് വഴക്ക് എന്ന് ചോദിക്കുക. അപ്പോൾ ശരത്ത് പറഞ്ഞു നമ്മൾ രണ്ടുപേരും സംസാരിച്ചു എങ്ങനെയെങ്കിലും അനീഷിനെ ഒന്ന് ടോപ്പിലെത്തിക്കണം. ആദ്യം അനീഷിന് ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ, പിന്നെ സെക്കൻഡ് റൗണ്ടിൽ ഒരു 2 പോയിന്റ് എങ്കിലും നമ്മൾ കയറ്റി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞങ്ങൾ കളിച്ചത്. എന്നിട്ട് അവസാനം അദ്ദേഹം സംസാരിച്ചപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ നേരെ അഗെയിൻസ്റ്റ് സംസാരിച്ചു. ഞങ്ങൾ അയാളോട് സംസാരിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഞങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തു, വേറെ ഒന്നും കരുതരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് രണ്ടുപേരോട് ഇല്ല ശരത്ത് ഒരു കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഇത് മാറ്റി പറഞ്ഞു. അപ്പോഴേക്കും സങ്കടമായി, സോറി ലാലേട്ടാന്ന് കേട്ടോ. ലാലേട്ട ബിന്നി ആൻഡ് ആദില ആൻഡ് നൂറ എവിടെ ശാരിക എന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഡാർക്ക് സോണിലേക്ക് പോയി എന്ന് പറയാം. നിങ്ങളൊക്കെ കൂടെ അവരെ പറഞ്ഞു വിട്ടല്ലേ, അവരുടെ പോയിൻറ്റ്സ് എടുത്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലേ, അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ എന്ന് വെച്ചാൽ ചിന്തിച്ചു എന്ന് പറയാം. പിന്നെ ശാരിക പറഞ്ഞല്ലോ അവർക്ക് വേണ്ടി നന്നായിട്ട് കളിച്ചിട്ടില്ല എന്ന്, അതിനെപ്പറ്റി എന്താ തോന്നിയത്? അപ്പോൾ ബിന്നി പറഞ്ഞു അതെനിക്ക് ഭയങ്കര വിഷമമായി, എന്നെ വിശ്വസിച്ച് വിളിച്ച ഒരാൾക്ക് എൻ്റെ മാക്സിമം ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതിൽ നമ്മൾ സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്ന് പറയാം ലാലേട്ടൻ. പക്ഷെ അത് തുറന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്, പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ നന്നായി കളിച്ചില്ല എന്ന് പറഞ്ഞില്ലേ എനിക്ക്. പിന്നെ അല്ല സരിക ചേച്ചി എന്നെ സെലക്ട് ചെയ്ത് തെറ്റായിപ്പോയി എന്നാണ് പറഞ്ഞത്, എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി ലാലേട്ടൻ. പിന്നെ എന്തിനാണ് അവർ സെലക്ട് ചെയ്തത്? പിന്നെ അതെനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയാം. ലാലേട്ടൻ ആദില നോറ എന്താണ് അഭിപ്രായം, നിങ്ങൾ നന്നായി കളിച്ചില്ലേ? ഞങ്ങൾ നന്നായിട്ട് കളിച്ചു എന്ന് പറയാം. ലാലേട്ടൻ അല്ല നിങ്ങൾക്കൊരു ചെറിയ എതിർപ്പ് പിന്നീടുണ്ടായിരുന്നോ? അപ്പം ആദില പറഞ്ഞു ഉണ്ടായിരുന്നു, കാരണം ഇവിടെ വെച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നതാണ്, ഞങ്ങൾ രണ്ടുപേരിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്നൊക്കെ ആദ്യം സംസാരിച്ചത്. ലാസ്റ്റ് മിനിറ്റ് അത് ഭിന്നയായപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി, അതാ പറ്റിയെന്ന് കേട്ടോ. ലാലേട്ടൻ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളാണല്ലോ പൂമ്പാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ആദിലയും നൂറയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണല്ലോ, എല്ലാവരും നല്ല ഭംഗിയുള്ള ഉടുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്, എല്ലാ ദിവസവും ഇങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും, എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ നിങ്ങളെ കാണണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ട ഒന്ന് ചോദിക്കില്ല ലാലേട്ട നമ്മുടെ ആദില പറയട്ടെ. അപ്പോൾ ലാലേട്ട അങ്ങനെ ചുമ്മാതൊന്നും കിട്ടൂല, അങ്ങനെ ചുമ്മാ കിട്ടാനാണെങ്കിൽ പിന്നെ ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ വരുന്ന ദിവസമെങ്കിലും ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ടല്ലോ, ഞാനത് എത്ര പ്രാവശ്യം ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണെന്ന് അറിയോ ഈ ദിവസമെങ്കിലും ഇത് ഇടാനുള്ള ചാൻസ് കിട്ടി. അപ്പോൾ എല്ലാവരും ഭയങ്കര ക്ലാപ്പ് അടിച്ച് താങ്ക് യു ലാലേട്ട എന്നൊക്കെ പറയാം. ലാലേട്ടൻ അല്ല ഞങ്ങൾക്കും വിഷമമുണ്ട്, പ്രേക്ഷകരും പറയാറുണ്ട് എന്ത് ഭംഗിയുള്ള കുട്ടികളാണ്, സുന്ദരിമാരും സുന്ദരന്മാരുമാണ്, അവർക്ക് നല്ല വേഷം കൊടുത്തൂടെ. അപ്പം ഞങ്ങൾ പറയും അതൊക്കെ ഒരു ഗെയിമാണ്, അതാണ് ഏഴിൻ്റെ പണി, അവർ കളിച്ച് ജയിക്കട്ടെ, അവർ കളിച്ച് നേരട്ടെ, അതല്ലേ പലരും പറയുന്നത് കേൾക്കാം. ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നു, വീട്ടിൽ നിന്ന് എന്തൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്നു, എന്തൊക്കെ മേക്കപ്പ് ഞാൻ കൊണ്ടുവന്നു, എന്നിട്ട് അത് ഇട്ട് ആൾക്കാരൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. കാണിച്ചോളൂ, കാണിക്കാനുള്ള എല്ലാ അവസരങ്ങളും
വിശേഷങ്ങളും ഞങ്ങൾ തരുന്നുണ്ടല്ലോ, പക്ഷേ എങ്ങനെ കാണിക്കും, അതിന് കളിക്കണം എന്ന് പറയട്ടെ. അനീഷിനൊരു കൺഗ്രാജുലേഷൻസ് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് ആ കളി ജയിച്ചു. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് വരെ ഇങ്ങനെ അവിടെ ഇല്ല ആൾ ഔട്ടാകാൻ വേണ്ടി കയറുന്നത്. പുള്ളിയുടെ ഒരൊറ്റ ഇതുകൊണ്ടാണ് ലാസ്റ്റ് ആ ഗെയിം ജയിച്ചത്. ആരോ പറയണ കേട്ടിട്ടാണോ പോയി എടുത്തത്? അത് ഈസി ആയിട്ട് എടുക്കാം, പക്ഷേ ഓണിയലിനല്ലാതെ വേറെ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ഓണിയലിനെ തന്നെ എടുത്തു. ആരോ പറഞ്ഞിട്ട് ഞാൻ ആദ്യം അഭിപ്രായം പറഞ്ഞപ്പോൾ എല്ലാം കേട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നപ്പോൾ പറഞ്ഞു ഇയാളെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലോണം കളിക്കാനറിയാം, ഞാൻ തനിയെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനീഷ്, അല്ല ലാലേട്ടാ, എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആ മിഡ് വീക്ക് സസ്പെൻഷൻ എങ്ങനെയെങ്കിലും അതൊന്ന് മറികടക്കണം എന്നുള്ളതായിരുന്നു. കാരണം അവസാനം രണ്ടിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിജയിക്കണമെങ്കിൽ വിജയിക്കണമെന്ന് അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും ആഗ്രഹമില്ല. ബിൻസിയൊക്കെ അല്ലല്ല അങ്ങനെ പറയരുത് എന്ന് പറയാം. അനീഷ് മാത്രമല്ല വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു എല്ലാവരും കൂടെ ബഹളം കേട്ടോ അവിടെ കിടന്ന്. ലാലേട്ടൻ പറഞ്ഞു എന്തൊരു സ്നേഹമാണ് ഇവർക്കൊക്കെ നോക്കിയേ. ബിൻസി പറയും അതില്ല ലാലേട്ടാ, അത് ഇങ്ങർക്ക് മനസ്സിലാവുന്നില്ല. ഭാര്യം പറയാം ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പറയും നീ എന്ന് പറയുമ്പോഴേക്കും ലാലേട്ടൻ ആര്യൻ പറയൂ, എന്താ ആര്യന് പറയാനുള്ളത് പറയൂ എന്ന് പറയുമ്പോൾ ലാലേട്ടാ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഭയങ്കര നൈസായിട്ട് അനീഷേട്ടൻ വന്നിട്ട് എടാ ആര്യ നീ ഗെയിം നന്നായിട്ട് കളിക്കുന്ന ആളല്ലേ, ഒന്ന് സഹായിച്ചു തരുമോ, ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശത്രുവാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാം പറഞ്ഞു കൊടുത്തു, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ചെല്ലുമ്പോൾ നീ ഒന്നും പറയണ്ട, എനിക്ക് നല്ലോണം ചെയ്യാനറിയാം, എന്നെ ആരും ഹെൽപ്പ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആൾ മാറി എന്ന് പറയും. അപ്പം ലാലേട്ടൻ ഞാൻ മനസ്സിലാക്കുന്ന അതുവരെ ശത്രു ആയിരുന്നില്ല, അതിനുശേഷം ശത്രുവായി എന്ന് പറഞ്ഞു. അപ്പോൾ ആരും പറഞ്ഞു ശത്രുവല്ല പക്ഷേ എന്ന് പറഞ്ഞു. ലാലേട്ടൻ അല്ല ഇനി ആരേക്കോ അമ്മേനെയോ അങ്ങനെ ആരേക്കോ വിളിച്ച് സത്യം പറഞ്ഞിട്ടില്ല, മദർ പ്രോമിസ് ഞാൻ ഇനി അയാളോട് സംസാരിക്കില്ല എന്നൊക്കെ പറയാനായിട്ടില്ല. നമ്മൾ സ്കൂളിലൊക്കെ പറയില്ലേ മദർ പ്രോമിസ് അമ്മ സത്യം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചുമ്മാ തമാശയായിട്ട് പറഞ്ഞതാണോ കളിയായിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിക്കാം. അപ്പം ആരും ഇല്ല ലാലേട്ടൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറയട്ടെ. പിന്നെ എന്നിട്ട് ലാലേട്ടൻ ഗിസൽ ആര്യൻ പിന്നെ എന്നിട്ട് അനീഷിനടുത്ത് പറയാം കൂടുതൽ സമയം നിങ്ങൾ ഇംഗ്ലീഷാണോ സംസാരിക്കുന്നത്, അതുകൊണ്ടാണോ അനീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് പറയട്ടെ. അപ്പം അതെ ഇത് മലയാളികളുടെ ഷോയാണ്, അപ്പം മലയാളത്തിലും കൂടെ ഒന്ന് സംസാരിക്കാം എന്നൊക്കെ പറയട്ടെ. അതായിട്ട് ഇതൊരു ഷോയല്ലേ, അപ്പോൾ ഇതിൽ പലർക്കും മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ താഴെ സബ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഗസൽ അനീഷിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറയട്ടെ. ഗസൽ അത് ശരിയാണെന്ന് പറയാം. ലാലേട്ടൻ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കണമെങ്കിൽ അതിന് വേറെ പണിഷ്മെൻറ്റ് വേണം. അപ്പോൾ ഗസൽ അയ്യോ വേണ്ട മതിയായി എന്ന് പറയാം. ലാലേട്ടൻ ചങ്ക് പൊട്ടിപ്പോകുന്ന പണിഷ്മെൻറ്റ് വരെ ഉണ്ട്, നിങ്ങൾക്ക് വേണോ ചോദിക്കുക. അതുകഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്കിലേക്ക് പോകണം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ നിങ്ങൾക്ക് എന്ത് പണിഷ്മെൻറ്റ് തരണമെന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രേക്കിലേക്ക് പോവുക. പിന്നെ അതിന് ശേഷം അടുത്തത് ലാലേട്ടൻ്റെ അടുത്ത എൻട്രി. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പണിപ്പുര. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും പോകാൻ പറ്റിയിട്ടുണ്ടല്ലേ. ലാസ്റ്റ് 10 സെക്കൻഡ് നന്നായിട്ട് കളിച്ചു. എന്താ ഉള്ളിലുള്ളതെന്നൊന്നും കാണാനോ വായിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോഴേക്കും എല്ലാം വാരി എടുത്തുകൊണ്ട് വന്നു അല്ലേ എന്ന് ചോദിക്കാം. പിന്നെ ഗസലിൻ്റെ അടുത്ത് ഗസൽ നിങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഉള്ളത് വെച്ച് നമുക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യത്തിലായോ എന്ന് ചോദിക്കുക. ഗസൽ എനിക്കിപ്പോൾ ഒന്നിനും മനസ്സില്ല, ഒന്നും ചെയ്യാൻ മേക്കപ്പ് ചെയ്യാനും മുടി ചെയ്യാനും ഒന്നും തോന്നുന്നില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി എന്ന് പറയാം. ലാലേട്ടൻ കണ്ടോ അതാണ് എന്നിട്ടും തിരിച്ചു കൊടുത്തോ സാധനങ്ങളെല്ലാം എന്ന് ചോദിക്കട്ടെ. അപ്പം ഗസൽ ലാലേട്ട ഒന്നുമില്ല എന്ന് ചോദിക്കട്ടെ. പിന്നെ പറയാം അനുമോളിനെ ഇപ്പം എല്ലാവരും വിളിക്കുന്ന CID എന്നാണ്, CID അനുമോൾ. കാരണം ഇങ്ങനെ ഗസലിൻ്റെ പുറകെ നടന്ന് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയല്ലേ. എന്നിട്ട് ചോദിക്കുക എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക. അപ്പം അനുമോൾ ഇനിയൊന്നും കണ്ടില്ല, വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല എന്ന് പറയും. അപ്പം അടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് അല്ലേ മറ്റേ ശൈത്യനെ പറയട്ടെ, അഡ്വക്കേറ്റ് അല്ലേ പറഞ്ഞു കൊടുക്കൂ തെളിവെടുപ്പ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതൊക്കെ പറയും. അപ്പം അതിന് അത് നമ്മൾ എല്ലാവരും മേക്കപ്പ് ഇടുന്ന ആൾക്കാരല്ലേ, അപ്പം മേക്കപ്പ് ഇടുന്ന കണ്ടാൽ നമുക്കറിയുമല്ലോ ലിപ്സ്റ്റിക് ഉണ്ടോ വേറെ എന്തെങ്കിലും മേക്കപ്പ് ഇട്ടുണ്ടോ ബ്ലഷ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഞാൻ വാച്ച് ചെയ്തിട്ട് വേറെ ഗേൾസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ശ്രദ്ധിച്ചപ്പോൾ അവരും ശരിയാ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് അവർക്കും തോന്നി. അങ്ങനെ ഞാൻ പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ലൈറ്റ് എല്ലാം ഓഫാക്കും. ആ സമയത്ത് ഗസിലൊരു ഓയിൽ എടുത്തിട്ട് അത് ടിഷ്യൂവിൽ കൊണ്ടുപോയി മുഖത്ത്
തേക്കൊക്കെ ചെയ്യും. അപ്പോൾ അത് ഞാൻ വാച്ച് ചെയ്തു അങ്ങനെ. അപ്പോൾ ഗസൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രത്യേക ഫേസുമായിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെയാണ് CID അതുപോലെ കാത്തിരുന്ന് കേസ് തെളിയിക്കുന്ന CID ഇത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനുമോൾ അതിൻ്റെ പേര് ഒരുപാട് ചീത്ത ഞാൻ കേട്ടു എന്ന് പറയാം. ലാലേട്ടൻ എന്താണ് ഗസൽ ഇതിനുള്ള മറുപടി? ഗസൽ പറഞ്ഞല്ലോ ഇവളെപ്പോഴും എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്താന്ന് എന്താ പറയാനുള്ളത്? അപ്പോൾ ഗസൽ സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും ചേഞ്ച് റൂമിൽ പോയിട്ട് മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ വരുമ്പോൾ എന്നെ മാത്രം ഒരു സൈഡാക്കിയിട്ട് എൻ്റെ കാര്യം എല്ലാത്തിനും ഈ അനുമോളാണെങ്കിൽ വേസ്റ്റിൽ വരെ പോയി ടിഷ്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോന്ന് കണ്ടുപിടിക്കും. പിന്നെ ബെഡ് തുറന്നിട്ട് എത്ര പ്രാവശ്യം തുറന്നപ്പോൾ ലാലേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ലാലേട്ടൻ ഞാൻ ഒരു തവണ ചെയ്തിട്ടുള്ളൂ, അത് ഞാൻ സമ്മതിച്ചു, ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗസൽ ഒരു തവണ അല്ല എന്ന് പറയാം. അപ്പോൾ അല്ല ഒരു തവണ ക്യാമറ ഇവിടെ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഗസൽ ഇല്ല ഞാൻ കണ്ടു, എടീ ഫൗണ്ടേഷൻ എവിടെ, അവിടെ നോക്കടി ഇവിടെ നോക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഞാനവിടെ അയൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ കണ്ടില്ല. അപ്പം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും വേഗം ഒന്നും അറിയാത്ത പോലെ വേഗം പോയി. എപ്പോഴും ഇങ്ങനെ ഞാൻ കുളിക്കാൻ പോയപ്പം ഫേസ് വാഷ് വൂണ്ട് കഴുകാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോയി. അത് പിന്നെ ഗായം, അത് കാണുന്നില്ല. അത് കാരണം ഞാൻ കുളിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അവൾ പോയിട്ട് ആര്യനെ വിളിച്ചോണ്ട് വന്നിട്ട് ബെഡിലൊക്കെ തപ്പണം, അത് എവിടെയുള്ളതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയൊക്കെ ചെയ്യണം. അല്ലേട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വലിയ വഴക്കായില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആയി പിന്നെ ഗസൽ പറയാം ഇത് കിച്ചൺ ക്യാപ്റ്റൻ ഫുഡ് ഈസ് റെഡി എന്ന് പറയാതെ അകത്ത് കയറി ആർക്കും ആഹാരം കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇവൾ വന്നിട്ട് ആഹാരം എടുത്തായിരുന്നു. അപ്പോൾ അനു എപ്പോൾ എടുത്തു എന്ന് ചോദിക്കുക. അപ്പോൾ ലാലേട്ടൻ അനുമോൾ എടുക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടോ? അപ്പോൾ അവിടെ എല്ലാവരും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എന്നിട്ട് ഗസ് ഇവളെ എൻ്റെ ഓരോ കാര്യം കണ്ടുപിടിക്കുമ്പോൾ എനിക്കും പിൻ പോയിൻ്റ് ചെയ്യാമല്ലോ. അല്ലായിട്ട് അത് ചെയ്യാം, ഇപ്പം എല്ലാം കഴിഞ്ഞല്ലോ, ആരുടെയും കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ ഗസിൽ കൈ നിവർത്താൻ ഇവർക്ക് എന്താ റൈറ്റ്സ് ഉള്ളത്? അവൾ എന്നെ ടച്ച് ചെയ്തു, അടിക്കാൻ കൈപൊക്കി, ദാറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പോൾ ലാലേട്ടൻ തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ അസോൾട്ട് പോയാൽ ഞങ്ങൾക്ക് അതൊരു വലിയ ശല്യമാകും എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോഴും ഒരു നമ്മുടെ പ്രൊമോയിൽ അങ്ങനെ കാണിച്ച പോലത്തെ ഒരു ദേഷ്യപ്പെടൽ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആരെങ്കിലും സാധനങ്ങൾ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ഗസലിനെത്തിക്കാം. ഗസൽ ഒരു വീക്ക് മുമ്പ് എൻ്റെ 2 സാധനങ്ങൾ കാണാതെ പോയി, അറിയത്തില്ല ആരെടുത്തു എന്ന്. അപ്പോൾ ലാലേട്ടൻ എന്താ എടുത്തത് നിൽക്കും. ഗസൽ പറഞ്ഞ പെർഫ്യൂം ഉണ്ടായിരുന്നു. അപ്പോൾ ലാൽ പെർഫ്യൂമാണെന്ന് പറഞ്ഞിരിക്കട്ടെ, ഇതൊന്നും യൂസ് അലൗഡ് അല്ലല്ലോ. ആരെടുത്തത് സംശയം ഉണ്ടോ ആരെങ്കിലും നിൽക്കും. ഗസൽ സംശയം എന്നുണ്ടെന്ന് നമ്മുടെ നവീനെ നോക്കട്ടെ. നവീനോട് ചോദിച്ചു, ഞാൻ ഇവനോട് ചോദിച്ചു. അപ്പോൾ നവീൻ എന്നും പറഞ്ഞ് ഗസലിനെ നോക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ചിരിച്ചിട്ട് ക്ലാപ്പ് അടിക്കാൻ തുടങ്ങി. കാരണം നവീനാണല്ലോ എല്ലാം കട്ടെടുക്കുന്ന ആൾ. അപ്പോൾ ഗസൽ അല്ല ചോദിച്ചു, അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അനുമോളിന് സംശയം ഉണ്ടോയെന്ന് ചോദിക്കുക. അപ്പോൾ ഗസൽ പറഞ്ഞു ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യം എൻ്റെ ബെഡ് തുറന്ന് നോക്കി ഞാൻ പിടിച്ചു, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സംശയമുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ലാലേട്ടൻ അനുമോൾ ശരിക്കും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ. അനുമോൾ ഇല്ല എന്നും പറഞ്ഞ് കാണിക്കട്ടെ. ശരിക്കും ആരാണ് എടുത്തതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയാം. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് കളിക്കുമ്പോഴേക്കും ആ വീഡിയോ വരും. മറ്റേ അവരുടെ ബിഗ് ബോസിൻ്റെ ടീം തന്നെ വന്നിട്ട് ഗസലിൻ്റെ ആ ഡ്രോ തുറന്ന് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി. ലാലേട്ടൻ അല്ല എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വന്നത്? കാരണം നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പോൾ അനുമോളെ നിങ്ങൾ പറഞ്ഞത് തെറ്റായില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ അനു ഗസലിൻ്റെ എന്ത് കളവ് പോയാലും ഉടനെ എന്നെ കുറ്റം പറയും എന്ന് പറയും. അപ്പോൾ ലാലേട്ടൻ നിങ്ങൾക്ക് ഗസലിനോട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ദേഷ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. അനു പറഞ്ഞു ഇല്ല, വന്ന ടൈമിൽ ഗസൽ എന്നെ കുറേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഗസൽ പറഞ്ഞു ലാലേട്ട എനിക്ക് വൈബ്സ് കൊണ്ട് മുഖം തുടയ്ക്കണം, എൻ്റെ മുഖം ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഒരു ഓയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ആൾക്കാരോട് ഫേസ് ചെയ്യേണ്ട പ്രശ്നമുണ്ട്, എന്നിട്ട് ബിഗ് ബോസിനോട് എനിക്ക് ഈ ടിഷ്യൂ മാത്രം ഒന്ന് തരാമോ എന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. അതല്ലേ എത്തിക്സ്. പ്രോപ്പറായിട്ട് കളിക്കേണ്ടത് അങ്ങനെയല്ലേ, ഒരു ഗെയിം കളിക്കേണ്ട രീതി അങ്ങനെയല്ലേ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് യു എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ അത് നല്ല കാര്യമല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറയട്ടോ. ഗസൽ ഹോണസ്റ്റ്ലി ഐ റിഗ്രറ്റ് ഇറ്റ് എന്ന് പറയാം. അതായിട്ട് ലാലേട്ടൻ ഗെയിം കളിച്ച് അതിൽ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ
ഗെയിമല്ലേ കളിക്കേണ്ടത് എന്ന് പറയാം. ഗിസൽ ഐ ആം സോറി ഫോർ ദാറ്റ് എന്ന് പറയാം. അപ്പോൾ ലാലേട്ടൻ ഇനി ഇത് പറ്റില്ല, ഇനി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ 7ൻ്റെ പണി തരും പറയാം. നിങ്ങൾ എപ്പോഴും വഴക്കാണല്ലോ, ഹൈറ്റിൻ്റെ കാര്യം പറയുക, കള്ളിന്ന് വിളിക്കുക, പിന്നെ ഒരു പ്രത്യേക വാക്ക് കേട്ടല്ലോ, മൂർച്ചയില്ലാത്ത, കഴിവില്ലാത്ത, അങ്ങനെ എന്തൊക്കെയോ കേട്ടല്ലോ എന്നൊക്കെ അനുമോളെ നോക്കി പറയാം. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ആണുങ്ങളെക്കുറിച്ച്. അപ്പോൾ അനു പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ലാലേട്ടാ എന്ന് കേട്ടോ. അപ്പോൾ ലാലേട്ടൻ എന്ത് വാക്കാണ്? അപ്പം അനു മൊണ്ണ എന്ന് പറയട്ടെ. അപ്പോൾ ലാലേട്ടൻ ആണുങ്ങളെല്ലാം മൊണ്ണകളാണെന്നും പിന്നെ വേറെ എന്തോ പറഞ്ഞല്ലോ, എല്ലാവരും ഗസലിൻ്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞു. പറഞ്ഞു ഇവർക്കൊന്നും ഒരു നാണമില്ലാത്ത ആൺകുട്ടികളാണെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു എന്ന് പറയട്ടെ. ലാലേട്ടൻ രണ്ടുപേരും ഉണ്ട്. അപ്പം ശൈത്യയുടെ മുഖമൊക്കെ ആകെ അങ്ങോട്ട് ബ്ലാങ്ക് ആയിപ്പോയി, വേറെ പോലെ അയ്യോ എന്നെയും പിടിച്ചോ എന്നുള്ളൊരു ഇതിലായി ശൈത്യം. അടുത്തിരിക്കുന്ന ആളും ഉണ്ട് എന്നുള്ള ഇതിൽ പറഞ്ഞു. അപ്പം അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ വീഡിയോ അവർ രണ്ടും കൂടി സംസാരിക്കുന്ന വീഡിയോ കാണിക്കും. അത് കഴിഞ്ഞിട്ട് അഭിലാഷിനെയാണ് അഭിചേട്ടൻ ഒഴിച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നമ്മുടെ അഭിലാഷെങ്കിലും മൊണ്ണയില്ലാത്ത ഒരാളുണ്ടല്ലോ ഈ കൂട്ടത്തിൽ എന്ന് പറയട്ടോ. എന്നിട്ട് ലാലേട്ടൻ പറയാം എന്താണ് അനീഷിന് പറയാൻ തോന്നുന്നത്? അപ്പോൾ അനീഷിനായിട്ട് അനു അത് പറഞ്ഞത് വളരെ മോശമായിപ്പോയി, ഇത് അറ്റ്ലീസ്റ്റ് അനുവിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പം അനു പിന്നെ എന്നും പറഞ്ഞിട്ട് അനു അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അക്ബറിൻ്റെ അടുത്ത് വയ്ക്കാം, എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അപ്പോൾ അക്ബർ അനുവിനെ സംബന്ധിച്ചിടത്തോളം വേർതിരിഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, മൊണ്ണ ആരാന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അനു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞാണേ എന്ന് പറയാം. ലാലേട്ടൻ അനുമോൾ എന്താണ് ഇതിനൊരു ഉത്തരം പറയാനുള്ളത്? അപ്പം അനു പറയാം ഗസലിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാ ചേട്ടന്മാരുടെ അടുത്ത് പോയി സംസാരിക്കുക, അവരാരും മൈൻഡ് ചെയ്യില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അതിപ്പോൾ അതങ്ങോട്ട് വിട്ടേക്ക് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം അപ്പാന്ന് പറയാം അനുവിനോടൊപ്പം നിന്ന അനു പറയുന്നത് സമ്മതിക്കണം, അനുവിനോടൊപ്പം ഗെയിം കളിക്കണം, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പിയാണ്, നമ്മളെ എല്ലാം സപ്പോർട്ട് ചെയ്യും. അതല്ല ഒന്ന് അനുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളൊന്ന് പോയിന്റ് ചെയ്ത് പറയുക, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മളുടെ എഗെയിൻസ്റ്റ് തിരിയും, പിന്നെ എന്ത് വേണമെങ്കിലും നമ്മളെപ്പറ്റി പറയും, അത് എന്താണെന്നുള്ളൊരു ഇതൊന്നും ഇല്ല. പിന്നെ ഗെയിം കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അത് എടുത്താൽ മതി, അതൊന്നും എടുക്കില്ല. പിന്നെ അനുവിന് എന്തെങ്കിലും ഒരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമ്മളുടെ അടുത്തൊക്കെ പെരുമാറും എന്ന് പറയാം. ലാലേട്ടൻ ഷാനവാസ് മാത്രം പറയാറുണ്ട് ഗസലിന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എത്തിക്സ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഷാനവാസ് മാത്രം പറയുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതിൽ എന്താണ് തോന്നുന്നത് ഷാനവാസിനത്തേക്ക്? അപ്പോൾ ഷാനവാസ് പറയാം അനു വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഗസലിൻ്റെ കൂടെ കളിക്കുന്നു എന്നാണ്. ഫസ്റ്റ് ടൈം അങ്ങനെ തോന്നിയിരുന്നു, ഇപ്പം കുറച്ച് നാളായിട്ട് അങ്ങനെ ഇല്ല. അപ്പോൾ ഷാനവാസ് പറയാം തിരിച്ച് ഗസലിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ അനുവിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ അവരെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേർക്കും പരാതി ഉണ്ടെന്ന് പറയാറ്. ലാലേട്ടൻ എന്താണ് അക്ബർ എന്ന് ചോദിക്കുക. അപ്പോൾ അക്ബർ ലാലേട്ടൻ ഗസലിനോട് നമുക്ക് പ്രത്യേക അടുപ്പമൊന്നുമില്ല, പിന്നെ ഓരോരുത്തരുടെയും ക്യാരറ്റും അവരുടെ ക്വാളിറ്റിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് അടുപ്പമുണ്ടാകും, അത്രേ ഉള്ളൂ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം കേട്ടോ. ലാലേട്ടൻ അനു അങ്ങനെ പറയാൻ കാരണം എല്ലാവരും കൂടി അനുവിനെ കോർണർ ചെയ്യുന്നതായിട്ട് തോന്നിയോ? അപ്പോൾ അനു തോന്നി അങ്ങനെ തോന്നി എന്ന് പറയട്ടെ ലാലേട്ടൻ. അതിന് എന്താണ് മാർഗം? കരച്ചിലല്ല മാർഗം. നമുക്ക് ദേഷ്യം വരുമ്പം ഞാൻ അവരെ കൊല്ലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയട്ടെ. അപ്പോൾ അനു നല്ല ദേഷ്യം വരും, ചെയ്യാത്ത കുറ്റമൊക്കെ നമ്മുടെ തലയിൽ വെക്കുമ്പോൾ ആ സമയത്ത് ഭയങ്കര വിഷമവും ദേഷ്യം വരും. ലാലേട്ടൻ ഈ ദേഷ്യം നമ്മൾ നിയന്ത്രിച്ച് കളിക്കണം, അങ്ങനെയല്ലേ ഗെയിം മുന്നോട്ട് പോകേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ കലാഭവൻ സരിക ഇങ്ങനെ പൊക്കിക്കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കലാഭവന് പറയാനുള്ളതെന്ന് ചോദിക്കുക. ഇപ്പോൾ സരിക പറഞ്ഞു ലാസ്റ്റ് ഗെയിമിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അക്ബറും അനുവായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അക്ബർ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, എനിക്കാണെങ്കിൽ ഗെയിം പോലും ശരിക്കും മനസ്സിലാവാതിരിക്കുകയായിരുന്നു, ഇവർ തനിയെ ഗെയിം കളിക്കേണ്ട ഭാഗമില്ല, അത് എനിക്ക് ഗെയിം തന്നെ ശരിക്കും മനസ്സിലാവാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അക്ബർ എന്നെ കുറേ ലാസ്റ്റ് വരെ എൻ്റെ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ തലേ ദിവസം അനീഷിൻ്റെ ടീമിലായിരുന്നു അനു അവർക്ക് വേണ്ടി കളിച്ചിട്ട് അധികം പോയിൻറ്റ്സ് ഒന്നും നേടാൻ പറ്റില്ല. അപ്പോൾ അനീഷ് അവരെ മാറ്റി പറഞ്ഞു, അവരുടെ എതിരെ സംസാരിച്ചു. അപ്പം പിന്നെ അപ്പാനിയും അനു എല്ലാം കൂടെ അനീഷിനെ അഗെയിൻസ്റ്റ് സംസാരിക്കുകയൊക്കെ എല്ലാം ചെയ്തു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ടീമിലായിട്ടും അനീഷിനെ പോയിന്ന് സപ്പോർട്ട് ചെയ്യണു. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമമായി. അതിനുശേഷം ഞാൻ അനുവിൻ്റെ അടുത്ത് സംസാരിക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ ടീം മാറിയിട്ടും പിന്നെ ഇങ്ങനത്തെ ഒരു സ്പിരിറ്റൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നമ്മുടെ സരിക പറയാം.
ലാലേട്ടൻ എന്താണ് അനുവിന് പറയാനുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അനുവും ഒരു കുഞ്ഞു കുഞ്ഞു റീസൺസ് പറയാം. അതിപ്പോൾ ഞങ്ങൾ നിന്ന ഭാഗത്ത് സരിക ചേച്ചി അല്ലായിരുന്നു, ദൂരെയായിരുന്നു. പിന്നെ ഞങ്ങൾ കളിച്ച സമയത്ത് അനീഷിന് 3 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാരണമാണ് പോയിൻറ്റ്സ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാണ് എന്നൊക്കെ പറയണേ. പിന്നെ അക്ബർ പറയാം, നമ്മളൊരു ടീമായിട്ട് കളിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ടീമിനെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇപ്പം ഒനിയിൽ എന്നെ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ തലേ ദിവസം ഒനിലിനെ ഞാൻ തെറി വരെ വിളിച്ചിരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഗെയിമിൽ ഒറ്റ സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാമല്ലോ, നമ്മൾ ആ ഒരു ടീം സ്പിരിറ്റിൽ അങ്ങനെ ഗെയിം കളിച്ചേക്കുക. അതുപോലെ തന്നെ ഈ മറ്റേ അനുമോളും ഞാനും കൂടെയാണ് മറ്റേ സരികനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അപ്പം നമ്മൾ ജീവൻ പണയം വെച്ചിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് നിന്ന് കളിച്ച് അതൊരു ടീം സ്പിരിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. പക്ഷേ ഈ അനു തലേ ദിവസം അനീഷ് തള്ളി പറഞ്ഞപ്പോൾ അയാളുടെ കൂടെ ഞാൻ ഇനി കൂടാനില്ല, ഒന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ സരികയായിട്ടുള്ള കളിക്കേണ്ട ഗെയിം വന്നപ്പോഴേക്കും വേഗം അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയേക്കണം. അപ്പം നമ്മളൊരു ടീം ലാസ്റ്റ് വരെ നമ്മൾ ആ ടീം സ്പിരിറ്റായിട്ട് നിൽക്കേണ്ടതല്ലേ. ഇതിങ്ങനെ മറുകണ്ഠം ചാടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞങ്ങളൊക്കെ ഒരു ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ ശത്രുക്കളാണെങ്കിൽ പോലും ഗെയിമിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒരു ടീം തന്നെയാണ്. അതെന്താ അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയാനേ. പിന്നെ ഗിസേലിൻ്റെ മേക്കപ്പിൻ്റെ കാര്യം, ഗിസേലിന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് വീണ്ടും അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാണെന്നറിയില്ല. അനുമോൾ എന്തായാലും പുറകെ നടന്ന് അതിങ്ങനെ CIDയുടെ പോലെ നടന്ന് അതെല്ലാം കണ്ടുപിടിച്ചതിന് അനുമോൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ എല്ലാവരും ക്ലാപ്പ് അടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇങ്ങനൊരു റൂള് വെക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഒരാൾക്ക് മാത്രം എന്താ പ്രത്യേകതയുള്ളത്? ആരും അതിന് അഗെയിൻസ്റ്റ് എന്താണ് സംസാരിക്കാത്തത്? അപ്പോൾ ഗിസേൽ ഇങ്ങനെ കൈവക്കണ്ടേ? ഗിസേൽ പറഞ്ഞു മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ ഒരു അങ്ങനെ വൈബ്സും പിന്നെ ഓയിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷനൊക്കെയാണ്, അങ്ങനത്തെ മേക്കപ്പ് കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഇവള് പക്ഷേ അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും ശരിക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയണേ. അപ്പോൾ ലാലേട്ടൻ അതിലേക്ക് എന്തോ പറയാനുണ്ടല്ലോ, എന്താ അതിലേക്ക് പറയാനുള്ളത്? അപ്പോൾ അതിൽ പറഞ്ഞു അത് നമ്മൾ സ്വയമായിട്ട് ബിഗ് ബോസ് തന്ന സാധനങ്ങൾ യൂസ് ചെയ്യാം, അതല്ലാതെ നമ്മൾ സ്വയമായിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തല്ലോ, അത് അന്ന് അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ തെറ്റ് പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് പിന്നെ ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്യരുത് എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് ഇല്ലില്ല, അന്ന് സംഭവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയണേ. ഗിസേൽ അറിയാം അവരുടെ മേക്കപ്പൊക്കെ എടുത്ത് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല, എന്നെ മാത്രം പറയണു. അപ്പോൾ അതിൽ പറഞ്ഞ് അത് അന്ന് അറിയില്ലായിരുന്നു, നമ്മളത് അങ്ങനെ അറിയാതെ ഷെയർ ചെയ്തു പോയി, പിന്നെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അനുമോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പെട്ടി പോലും ഉണ്ടായില്ല, വെറും കൈയോടെ ഞാൻ കയറി വന്നത്, പിന്നെ ഞാൻ എവിടെ നിന്നാണ് മേക്കപ്പ് യൂസ് ചെയ്യുക? അപ്പോഴേക്ക് വേറെ അടുത്ത നവീൻ പറയാം ലാലേട്ട എന്നെ എല്ലാവരും കള്ളാന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ ഈ സ്ത്രീകളെല്ലാവരും അവർ ബീട്രൂട്ട് അരിഞ്ഞ് കബോർഡിൽ കൊണ്ട് വെച്ചിരിക്കാറുണ്ട്, അവരത് ബ്ലഷായിട്ടൊക്കെ ഉപയോഗിക്കും, എന്നിട്ട് എന്നെ മാത്രം കള്ളാന്ന് പറയണു. അപ്പോൾ ഇവരും കള്ളികളല്ലേ? അല്ലേ ലാലേട്ട നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ലാലേട്ട ആ ബീട്രൂട്ടിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അനീഷിന് എന്താ പറയാനുള്ളത്? അപ്പോൾ അനീഷിന് ഗിസേൽ പറയുന്നത് ഒരിക്കലും ശരിയല്ല, അത് തെറ്റാണ്. ഗിസേൽ മുമ്പ് ഒരു പ്രാവശ്യം സമ്മതിച്ചാണ്, ടിൻഡെന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യണമെന്ന് സമ്മതിച്ചാണ്. നമ്മുടെ എല്ലാവരും ഉറക്കമൊക്കെ കളഞ്ഞ് നമ്മൾ രാത്രി എല്ലാവരും വഴക്കും ബഹളമൊക്കെ, എന്നിട്ടും അവർ ഈ സെയിം തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പിന്നീട് പറയണം അവർക്ക് എന്തോ അസുഖമുണ്ട്, വൂണ്ടുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവരിങ്ങനെ ആലോചിച്ചിട്ട് ഓരോ പോയിന്റ് ഇങ്ങനെ പറയണ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അവർ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് തെറ്റ് തന്നെയാണെന്ന് പറയാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഗിസേൽ ഇങ്ങനെ കൈവക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ പറഞ്ഞ ഒരു ഗുളിക എടുത്ത് കാണിച്ചു, ഇത് ഞാൻ കഴിക്കണില്ല, ഈ ഗുളിക എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സ് എന്തോ എടുക്കേണ്ടത് തോന്നുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത ആൾ റെനയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റെന പറഞ്ഞു അന്ന് ടിൻഡു ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത് ഉപയോഗിക്കേണ്ട, ലാലേട്ട് വന്ന പ്രശ്നവും കണ്ടുപിടിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതിന് ശേഷം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, അവർ തന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിന് ശേഷമാണ് ഈ വൂണ്ടിൻ്റെ കാര്യമൊക്കെ പറയണത്. പിന്നെ എന്ത് പറയാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റെന പറയുന്നുണ്ട്. അപ്പോഴേക്കും ലാലേട്ടൻ എന്താ മോനെ എന്താ ഈ പറയണത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. അഭിലാഷിൻ്റെ അടുത്തേക്ക് എന്താ മോനെ ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അപ്പോൾ അഭിലാഷ് പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്, പിന്നെ ഇതിൻ്റെ കൂടെ വേറെ കുറേ പേര് ഇങ്ങനെയൊക്കെ ബഹളം വെച്ചാലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ അതിലങ്ങനെ ഇടപെടാൻ താല്പര്യമില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് പിന്നെ ഞാൻ മാറിയത്. അപ്പം പറഞ്ഞാൽ നീ കളി മാറ്റി പിടിച്ച പോലെ നമുക്ക് തോന്നിയല്ലോ എന്ന് പറഞ്ഞേ.
ആ വന്ന സമയത്ത് എന്തൊരു ബഹളമുള്ള എന്ത് ആളായിരുന്നു. എന്ത് മനോഹരമായിട്ട് ആൾ മാറിയെന്ന് നോക്ക് എന്ന് പറയാം. ഈ പറഞ്ഞ ആൾ തന്നെ ഒച്ച വെച്ചില്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങളെന്താ അവിടെ നിന്ന് ചെയ്യണത്, ഉറങ്ങുകയാണോ? ഒരു കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല, ആൾക്കാർക്ക് കാണാനൊന്നുമില്ല, നിങ്ങൾ വെറുതെ സൂചിച്ച് ഭക്ഷണം കഴിക്കാൻ വന്നാണോ ചോദിക്കുക, അത് വേറെ കാര്യം. പിന്നെ അഭിലാഷ് പറയാം, ഞാനാണെങ്കിൽ ഇന്ന് ഗസയിലെടുത്ത് എന്നിട്ട് സംസാരിച്ചു, ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്ക്, നിങ്ങൾ മാത്രമായിട്ട് ഇരുന്ന് സംസാരിക്കുക, അങ്ങനെ അത് സോൾവ് ചെയ്യാൻ നോക്കുന്നൊക്കെ പറഞ്ഞു. ഗസയിൽ നോക്കിയായിരുന്നു. ഞാൻ അനുവിനടുത്ത് നിന്നപ്പം അനുവിന് താല്പര്യമില്ല. പിന്നെ അവർ മാത്രം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്ക് ഇത്രയൊക്കെ ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ, അവർക്ക് എന്തായാലും താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടു കളഞ്ഞു. അല്ലാതെ പിന്നെ ഞാൻ വേറെ എന്ത് ചെയ്യാനാന്ന് നമ്മുടെ അഭിലാഷ് അറിയാൻ കേട്ടോ. അല്ലാതെ പറയും, ഇനി എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ തിരിച്ച് തരൂ. എന്തായാലും അനുമോള് CID ആയിട്ട് വന്നത് നല്ലൊരു കാര്യമാണ്. ഇനിയും ധാരാളം CIDകൾ അവിടെ ഉണ്ടാവട്ടെ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ടുപിടിക്കാൻ ധാരാളം ആൾക്കാരുണ്ടാവട്ടെ. അപ്പം നമുക്ക് അടുത്തൊരു ബ്രേക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ ബ്രേക്കിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ലാലേട്ടൻ പറയാം, നിങ്ങൾ ധാരാളം സാധനങ്ങൾ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതെല്ലാം ഒരു സ്ഥലത്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് അവിടെ കയറുക, അതെടുക്കുക, അതിനുവേണ്ടി ഞങ്ങൾ പല ടാസ്കുകളും പല രീതിയിൽ നിങ്ങൾക്ക് കയറാനുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. പക്ഷെ ആ ടാസ്ക് തന്നെ ഇല്ലാതാക്കി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പം നവീനത്തിന് യെസ് എന്ന് പറയട്ടെ. അതുകൊണ്ട് ഈ അനീഷാണെങ്കിൽ ബിഗ് ബോസിൽ വരാൻ വേണ്ടി തന്നെ 5 വർഷം ലീവൊക്കെ എടുത്ത് അതിനെപ്പറ്റി പഠിച്ച് എല്ലാം അരിച്ച് കലക്കി കുടിച്ച് ഒക്കെ എന്താ നിങ്ങളെ സ്ട്രാറ്റജിയൊക്കെ വെച്ച് എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കമൻ്റൊന്നും ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് അനീഷിൻ്റെ അടുത്ത് വയ്ക്കാം, നിങ്ങൾ ഇത്രയും ഇങ്ങനെ സ്ട്രാറ്റജിക്കൊക്കെ ആയിട്ട് എല്ലാം പഠിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നതാണ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ സീസണുകളിലുള്ള ആൾക്കാരെ കണ്ടില്ല, ഇപ്പം അഖിൽ മാരാറ്, പിന്നെ റിയാസ്, അതുപോലുള്ള ആൾക്കാരൊക്കെ എന്തായിരുന്നു അവരുടെയൊക്കെ പ്രത്യേകത, സാബു പ്രത്യേകത. അപ്പോൾ അവരെല്ലാ ഇമോഷൻസും എല്ലാം എക്സ്പ്രസ് ചെയ്തിരുന്നു. അപ്പോൾ ലാലേട്ടൻ നിങ്ങളൊരു കോമണർ ആയതുകൊണ്ട് നമ്മളൊരു കോമൺ പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യൂ. നിങ്ങൾ തന്നെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു ടാസ്ക് തന്നെ ഇല്ലാതായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ 10ഉം 20ഉം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്താ പറയുക, ഞാൻ തന്നെ ഫസ്റ്റ് നിങ്ങളങ്ങനെ പറയാൻ കാരണം എന്താ? ഞാനാണ് ഇവിടെ ജെന്യുവനായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ലാലേട്ടൻ തിരിക്കണം. പക്ഷേ ഈ ഒരേ കാര്യം തന്നെ ഇങ്ങനെ ശടിച്ച് അതിൽ തന്നെ ഇങ്ങനെ ഉറച്ച് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാണ്? അപ്പോൾ അതുകൊണ്ടൊരു ടാസ്ക് തന്നെ അങ്ങനെ ഇല്ലാണ്ടായില്ലേ എന്ന് പറയാണേ. എന്നിട്ട് അനീഷ് ഞാനൊന്നാമതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു. ആ വീഡിയോ കണ്ടിട്ട് അനീഷ്, എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ അതങ്ങോട്ട് ശരിയായിട്ട് വന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് ഇപ്പോൾ ഇത് മാത്രമല്ലേ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും ചിരിച്ചിട്ട് ഭയങ്കര ക്ലാപ്പടിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യും ഇത് തന്നെ പറഞ്ഞ് ഇങ്ങനെ ശടിച്ചിട്ട് എങ്ങനെ ശരിയാകും? നിങ്ങൾ പല സീസൺസും കണ്ടിട്ട് അവരൊന്നും എടുക്കാത്ത പുതിയൊരു സ്ട്രാറ്റജി എടുത്തിട്ട് അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അല്ല അങ്ങനെയൊന്നും അല്ല ലാലേട്ടാന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്കെന്നാൽ പിന്നെ വേറെ അടുത്തൊരു ആളെടുത്ത് ചോദിച്ചു വെക്കാം, അപ്പാനി എന്ന് പറഞ്ഞ് വിളിക്കണ്ടേ. അപ്പാനെ അടുത്ത് നിങ്ങൾ എപ്പോഴും അയാളായിട്ട് എപ്പോഴും അത് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് മാറ്റി പിടിക്കുക, വേറെ സ്ട്രാറ്റജി മാറ്റി പിടിക്കുക. എപ്പോഴും ഒരാളൊരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റേ അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഇത് തന്നെ, നിങ്ങൾ വേറെ സ്ട്രാറ്റജി മാറ്റി പിടിക്കും. ശരി ലാലേട്ടാ എന്നൊക്കെ അപ്പാന് പറയുന്നുണ്ട്. അതിൻ്റെ ഷാനവാസ് കണ്ടില്ലേ, ഷാനവാസ് ആണെങ്കിൽ അയാൾക്ക് എതിരെയും പറയുന്നുണ്ട്, പക്ഷേ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനെ നിൽക്കുന്നുണ്ട്. അയാളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾ ഷാനവാസാന്ന് തോന്നുന്നു എന്ന് പറയാം. അതുപോലെ അതിൻ്റെ അടുത്തിരിക്കുന്ന ആൾ അഭിലാഷ്, അയാൾ എന്തോരം മാറി നോക്കൂ. അയാളിപ്പം വന്ന സമയത്ത് എങ്ങനെയായിരുന്നു അത് വെച്ചിട്ട് നോക്കുമ്പോൾ കുറേ മാറിയിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിലാഷ് ശരി ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞു വേണം. ഫുള്ള് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തട്ടിക്കളിയായിരുന്നു കേട്ടോ ലാലേട്ടൻ. ഒരു സ്ട്രോങ് ആയിട്ടൊന്നും പറയുന്നില്ല, വഴക്ക് പറഞ്ഞ ആൾക്കാർ അങ്ങനെ ഒരു സ്ട്രോങ് ഇതില്ല. എപ്പോഴും മോനെ എന്ന് വെച്ചിട്ട് ആ ഒരു സ്റ്റേജിലല്ലേ ആൾ നിൽക്കുള്ളൂ. ഷാനവാസ് പറയാം, ഫസ്റ്റ് ഡേ തന്നെ ഇയാളെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. ഗെയിമിൻ്റെ സമയത്ത് അയാൾ ഗെയിം കളിക്കുകയാണെന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് ബാക്കി സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനെ ഒരു രീതിയിലാണ് ഹാൻഡിൽ ചെയ്യണതെന്നൊക്കെ പറയാം. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ, എന്തായാലും നിങ്ങൾ ഗെയിമിൽ ആ ഒരു തീരുമാനം എടുത്തത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ആ ടാസ്ക് ഇല്ലാതായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത നല്ലൊരു തീരുമാനം തന്നെയാണെന്ന് പറയട്ടെ ലാലേട്ടൻ.
ഷാനവാസ് പറഞ്ഞു നമുക്ക് ആകെ വല്ലപ്പോഴും ഈ പണിപ്പുരയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് എല്ലാവർക്കും 10 സെക്കൻഡ് വീതമൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മാക്സിമം സാധനങ്ങളെടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓക്കെ അയാൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുമെങ്കിൽ അയാൾക്ക് 1-ാം സ്ഥാനം കൊടുക്കാം, എന്തായാലും ആ ടാസ്ക് ഇല്ലാതെ പോകണ്ട, നമുക്ക് ഈ പ്രാവശ്യം സാധനങ്ങൾ കളക്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അയാൾക്ക് 1-ാം സ്ഥാനം കൊടുക്കാം. അയാൾ ആ ഇതിൽ തന്നെ വാശിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ അയാളെ കൂടെ ചേർത്തിട്ട് അങ്ങനെ നിൽക്കാം എന്ന് വിചാരിച്ചിട്ടാണ്, നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തീരുമാനം എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അക്ബർ സെൽഫിഷായിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. ഇതിലിപ്പം എല്ലാവരും പറഞ്ഞിരുന്നത് അനീഷിന് 1-ാം റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെയോ ഗുണങ്ങളൊക്കെ കിട്ടും എന്ന രീതിയിലാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആർക്കും അങ്ങനെ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് ആ ഒരു ടാസ്കിന് വേണ്ടി മാത്രമല്ലോ 1-ാം സ്ഥാനം എന്ന് പറഞ്ഞത്, ഈ ഗെയിമിൽ എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്ഥാനം കൊടുക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, അതായിരുന്നു കാര്യം എന്ന് പറയാം. അതിനിടയ്ക്ക് നവീൻ അത് നമ്മളുടെ ബുദ്ധിശക്തി പരീക്ഷിക്കാൻ, നമ്മൾ എങ്ങനെ തീരുമാനം എടുക്കുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ട് ആ 10 സെക്കൻഡ് യൂസ് ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ അക്ബറിക്കാണ് എൻ്റെ ആ 10 സെക്കൻഡ് കളഞ്ഞത്. ആ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അക്ബർക്ക് നോമിനേറ്റ് ചെയ്തതെന്ന് നവീൻ പറയണേ. അപ്പോൾ അക്ബർ എന്നിട്ട് പറയാം ഞാൻ സെൽഫിഷാന്ന് പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ ടാസ്കിൽ ഞാനാണ് പണിപ്പുരയിൽ പോയത്. പണിപ്പുരയിൽ പോയപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ സാധനങ്ങൾ എടുക്കായിരുന്നു, പക്ഷേ എല്ലാവർക്കും വേണ്ടി ഞാൻ ഭക്ഷണമാണ് കളക്ട് ചെയ്തത്. ആ ഭക്ഷണം എല്ലാവർക്കും തികയില്ലെന്ന് എനിക്കറിയാം, എന്നാലും എല്ലാവർക്കും 1 സ്പൂണെങ്കിൽ 1 സ്പൂൺ അത് കൊടുത്ത് ആ ഒരു സന്തോഷം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എന്നെ സെൽഫിഷ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അല്ലെന്നൊന്ന് പറഞ്ഞു കൊടുക്കില്ല ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയും ഞാൻ പറയില്ല, നിങ്ങളെന്നെ നേരിട്ട് പറഞ്ഞു. അപ്പോൾ ഷാനവാസിക്ക ഞാനങ്ങനെ സെൽഫിഷ് അല്ല, നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ തന്നെയല്ല ആ ടാസ്കിൽ ഇങ്ങനെ ഓരോ ബാറ്ററി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടും ഇയാൾക്ക് എലിജിബിൾ ഇയാൾ നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ആളെന്ന് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ അയാളെ പിടിച്ച് ക്യാപ്റ്റനാക്കി, എന്നിട്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലത്തെ ഒരാളെ കൊണ്ടുപോയിട്ട് ഈ ഒരു ടാസ്കിൽ മാത്രമല്ല ഫുൾ ഷോയിൽ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററി അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിന് താല്പര്യമില്ല. ഇതുപോലത്തെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളെ ഫസ്റ്റ് ആക്കാൻ താല്പര്യം. ഞാൻ ഫസ്റ്റ് ആവണമെന്ന് ഞാൻ പറഞ്ഞില്ല, 13ാമത്തെ സ്ഥാനത്തിലായി നിന്നിരുന്നത്. എന്നിട്ടും പിന്നെ ലാസ്റ്റ് അയാളെ 13ലേക്ക് മാറ്റി. അങ്ങനെ സംഭവിച്ചത്, അല്ലാണ്ട് ഞാൻ സെൽഫിഷ് ആയതുകൊണ്ടല്ല എന്ന് നമ്മുടെ അക്ബർ പറയാനായിട്ടാ. അതിനിടയ്ക്ക് ഗിസേൽ കൈവെക്കണ്ട. അപ്പോൾ ലാലേട്ടൻ എന്താണ് ഗിസേലിന് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കണ്ടേ? ഗിസേൽ പറഞ്ഞു ആ ഗെയിം ചാർട്ടിൻ്റെ അകത്ത് ഇതുപോലെ ബാറ്ററി ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് എല്ലാത്തിനും ഗ്രീൻ വെച്ചേക്കുക. പിന്നെ അതിങ്ങനെ കുറഞ്ഞു വരുമോ, നമ്മുടെ ഓരോ ഇതനുസരിച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യാനനുസരിച്ച് കുറഞ്ഞു വരുമോ. ഇതിപ്പോൾ എന്തായാലും 7ൻ്റെ പണിയല്ലേ, അപ്പോൾ ബാറ്ററി ചാർജ് അനുസരിച്ച് അയാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും, ബാക്കിയുള്ളവർക്ക് ഇല്ലാതായി പോവോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അയാളെ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ആര്യം കൈവെക്കുന്നുണ്ട്. ലാലേട്ടൻ എന്താ ആര്യന് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കണ്ടേ? ആര്യ പറഞ്ഞിട്ട് എനിക്ക് കപ്പ് വേണം എന്ന് പറഞ്ഞ ഒരാൾക്ക് നമുക്ക് കൊണ്ട് കപ്പ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ തിരിക്കുക. അതെൻ്റെ പിന്നെ റെന ഫാത്തിമ എടുത്ത് ആർക്കൊരു പരിക്ക് പറ്റിയേ എന്ന് വെച്ചാൽ അത് ഞാനിവിടെ ഇരിക്കാൻ നേരത്തെ എൻ്റെ കാലിൻ്റെ മുകളിൽ കൊണ്ടായിട്ട് ആ സ്റ്റൂൾ വെച്ചു. അത്ര വലിയ സൗണ്ട് ഉണ്ടാക്കി അത്രയും പ്രശ്നമായിരുന്നു. അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറുതായിട്ട് വേദന എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. പിന്നെ രേണുവിൻ്റെ അടുത്ത് ചോദിക്കണം എന്താണ് അനീഷിനെ പറ്റി അഭിപ്രായം. അനീഷ് നമുക്ക് എപ്പോഴും ഒന്നും പോയി മിണ്ടാൻ പറ്റത്തില്ല, അയാളുടെ മൂഡ് അനുസരിച്ച് ചില സമയത്ത് ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണെങ്കിൽ നമ്മളടുത്ത് സംസാരിക്കത്തൊന്നുമില്ല. അപ്പോൾ ലാലേട്ട അത് നല്ല കാര്യമില്ലേ, അങ്ങനെ അപ്പോൾ അയാളുടെ മൂഡ് അനുസരിച്ച് സംസാരിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിൻസി എടുത്ത് വയ്ക്കാം. ബിൻസി പറഞ്ഞ് ഇത് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും ഇങ്ങോട്ട് കടിച്ചു കയറാൻ വരുന്ന പോലെ വരുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് പ്രതികരിച്ച് പോവുകയാണ്, അങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊക്കെ പറയാം. പിന്നെ നൂറ് എന്താ സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കാം. ഞാൻ സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, എന്താണ് ഈ ഷോയിനെ പറ്റി അഭിപ്രായം? നല്ല അഭിപ്രായം, പക്ഷേ ഇവിടെ മേക്കപ്പും അതൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ഗെയിം കളിച്ചു വേണ്ടേ അതൊക്കെ നേടാമെന്നൊക്കെ പറയാം. എന്നിട്ട് അനീഷിൻ്റെ അടുത്ത് എന്താണ് അനീഷിൻ്റെ അഭിപ്രായം, എന്താണ് സ്വയമായിട്ട് ഈ ഇത് മാറ്റാൻ ഉദ്ദേശമുണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ല ഞാനിങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയാം ഞാനാണ് ജെനുവിൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞപ്പോൾ അത് വേറെ ആൾക്കാർ വേണം പറയാൻ എനിക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഞാൻ പറഞ്ഞാൽ എന്താ കാര്യമുള്ളതെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് അടിച്ചിട്ട് ചിരിക്കുന്നു. പിന്നെ അടുത്തൊരു ടാസ്ക് പോലെ കൊടുക്കുകയാണ്, ഒരു ബോർഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് സ്റ്റാർ കൊടുക്കുക, ആഗ്രഹമുള്ള കണ്ടസ്റ്റൻസിന് നേരെ സ്റ്റാർ കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് ഗസലിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയിരിക്കുന്നത്. ഗസലിന് അനീഷിനും കുറേ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും മൈൻഡൊക്കെ കുറേയൊക്കെ ഇങ്ങനെ മാറി തുടങ്ങി, കുറച്ച് അനീഷിനെ സപ്പോർട്ടായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗസലിനും സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗസലാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഗസലിന് ഗിഫ്റ്റായിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്.
അപ്പം നവീൻ പറയും എനിക്കും വേണം ഗിഫ്റ്റ്. കഴിഞ്ഞ ആഴ്ച അന്നത്തെ പോലത്തെ പണിയാറില്ലേ. അപ്പോൾ ലാലേട്ടൻ പറയും ഗിഫ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അയ്യോ ഈ പണി എനിക്ക് വേണമായിരുന്നു എന്ന് ചോദിക്കരുത് കേട്ടോ. എന്നിട്ട് പറഞ്ഞു എന്തായാലും നവീൻ പണിപ്പുരയിൽ പൊയ്ക്കോളൂ, അവിടെയല്ല കയറാൻ പറ്റാത്ത സ്ഥലം, അവിടെ പൊയ്ക്കോളൂ എന്ന് പറയാം. അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ മറ്റേ റോബോ ഡോഗ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. റോബോ ഡോഗിനെ കണ്ടിട്ട് നവീൻ പേടിച്ച് ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഡോഗിനെ വിളിച്ചുകൊണ്ടൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നവീൻ റോബോ ഡോഗുമായിട്ട് വന്നു കേട്ടോ. ഇവിടെ നമ്മുടെ കണ്ടസ്റ്റൻസ് ഇരിക്കുന്ന സ്ഥലത്ത് വന്നു. അതിനിട്ട് ഇത് 13,000 ആൾക്കാരിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത പേരാണ് സ്പൈക്കുട്ടൻ എന്ന് പറഞ്ഞാണ് പേര് സെലക്ട് ചെയ്തേക്കണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സ്പൈക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അതിനിട്ട് അതിനകത്ത് മഞ്ജിമ എന്ന് പറഞ്ഞ ആളാണ് സെലക്ട് ചെയ്തേക്കണത്. അപ്പോൾ അവർക്ക് എന്തോ പ്രൈസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനിട്ട് പറഞ്ഞു ഈ റോബോ ഡോഗ് ഏത് നിമിഷം വേണമെങ്കിലും അവൻ ഇവിടെ വരാം, നമുക്ക് വേണ്ടിയിട്ട് സ്പൈ ഒക്കെ ചെയ്തിട്ട് പോകാം, ഏത് റൂമിൽ വേണമെങ്കിലും കയറാം. ഇവനൊരു വൈൽഡ് കാർഡ് എൻട്രി പോലെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഏത് നിമിഷം ഇവിടെ വരാം, അപ്പം ഞാൻ സ്പൈക്കുട്ടിനെ ഇടയ്ക്കിടയ്ക്ക് വിടും എന്നൊക്കെ പറയാണ്. പിന്നെ പറയാം നമുക്ക് 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, ആരാന്ന് നിങ്ങൾക്ക് ഡോറിൻ്റെ അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോയിൽ നമ്മുടെ ഒനിയിലും ശാരികയും വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ അടുത്തൊരു സാഡ് ന്യൂസ് പറയുന്നു. ഇതിനകത്ത് നിങ്ങളുടെ അകത്തുനിന്ന് ഒരാൾ ഇന്ന് ഔട്ടാകും. ആരാണ് ഔട്ടാവുന്നത്? ബിൻസിയാണ് ഇന്ന് ഔട്ടാവുന്നത് കേട്ടോ. ബിൻസി എടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ബിൻസിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഔട്ടായെന്ന് അറിയില്ല. കാരണം അവർ അത്യാവശ്യം നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അതല്ലാതെ നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ടുള്ള ആരെങ്കിലും ഒന്ന് വിടാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. മറ്റേ രേണുസുതിയോ അല്ലെങ്കിൽ ശൈത്യ അതുപോലെ ആരെങ്കിലും കുറച്ചധികം സംസാരിക്കാത്ത ആരെങ്കിലും വിടാമായിരുന്നു തോന്നുന്നു. ബിൻസി അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടിയാണ്. എന്തുകൊണ്ടാണ് ഔട്ടായെന്ന് അറിയില്ല. എന്താണെങ്കിലും അങ്ങനെ ബിൻസിയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയുന്നത്. അങ്ങനെ ബിൻസി നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് പോവുക. എന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ബിൻസി ചോദിക്കുന്നുണ്ട്. ബിൻസിക്ക് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര സങ്കടമായത്. അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇറങ്ങിയത്. പിന്നെ ലാലേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ വിഷമമായി. എല്ലാവർക്കും ആരും എക്സ്പെക്റ്റ് ചെയ്തില്ല. എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നമ്മുടെ ലാലേട്ടൻ യാത്ര പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നെ നാളത്തെ എപ്പിസോഡിലേക്ക് കാണിക്കുന്ന ലാലേട്ടൻ ഓരോ കണ്ടസ്റ്റൻസും എൻ്റെ കൈ പിടിച്ചാണ് ആ വീടിനുള്ളിലേക്ക് പോകുന്നത്. അപ്പം എവിക്റ്റഡ് ആവുന്നത് തിരിച്ച് എൻ്റെ അടുത്തേക്ക്. അത് നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഓരോ ആൾക്കാരെയും നിങ്ങളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നാളെ ആരൊക്കെയാണ് ഔട്ടാവുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. നാളെ ഇനി ആരെങ്കിലും പോകുമോ, എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് ഒന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ, അതായത് Day 14 വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.